മുറിച്ച കൊമ്പ് കാലിൽ തുളച്ചു കയറി രക്തസ്രാവം മൂലം പാലക്കാട് ഒരു തൊഴിലാളി മരിച്ച ദുഃഖവാർത്ത അറിഞ്ഞപ്പോൾ മനസ്സിൽ ഓർമ്മ വന്നത് പാകിസ്ഥാനെയും ISIയുമാണ്. ഇരിക്കുന്ന കൊമ്പ് മുറിച്ച് കശ്മീരിലേക്ക് വീണ പാക് സേനയും ISIയും പിന്നെ അവർ പിന്തുണയ്ക്കുന്ന അവർ പണം വാരിക്കോരി വീശുന്ന ഇന്ത്യയിലെയും പാക് അധിനിവേശ കശ്മീരിലെയും പാകിസ്ഥാനിലെയും അവർ തന്നെ എണ്ണിയിലൊടുങ്ങാത്ത നിരവധി ഭീകര സംഘടനകളുടെ അവസ്ഥ ഇനി അങ്ങോട്ട് പരിതാപകരം തന്നെയാണ്. ദേശീയ അന്വേഷണ ഏജൻസിയും ഇന്ത്യൻ സേനയും ന്യൂഡൽഹിയുമൊക്കെ കടുത്ത നടപടികളിലേക്കുള്ള പാത പണിതുകൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് അമേരിക്കയുടെയോ കാനഡയുടെയോ ഇസ്രായേലിൻ്റെയോ ഒക്കെയുള്ള സഹായവാക്കൽ ഇന്ത്യക്ക് ലഭിക്കുന്നത് അത് ആശ്വാസം തന്നെയാണ്. പക്ഷേ അത് ഇന്ത്യൻ ജനതയുടെ ആ വീരമൃത്യുവിനുള്ള ആദരവാണ്. പക്ഷേ ഇവരെയൊന്നും കണ്ടിട്ടല്ല ഇന്ത്യയെ കൊടുങ്ക്രൂരതയ്ക്ക് ഒരു മറുപടി നൽകാൻ തീരുമാനമെടുക്കുന്നത്. ചുട്ട മറുപടിയാണ് പാകിസ്ഥാൻ ഇന്ത്യ നൽകാനിരിക്കുന്നത്. സംഭവിക്കാനുള്ളത് കാത്തിരുന്ന് കാണുക എന്ന സന്ദേശമാണ് ഇന്ത്യ ഇതാ ലോക രാജ്യങ്ങൾക്ക് മുന്നിലും നൽകുന്നത്. നയതന്ത്ര സൈനിക തലങ്ങളിൽ തിരിച്ചടി നൽകുന്നതിനൊപ്പം പാകിസ്ഥാനെ കടുത്ത പ്രതിരോധത്തിലാക്കുന്ന നിർണായക നീക്കമാണ് സിന്ധു നദീജല കരാർ മരവിപ്പിക്കാനുള്ള ഇന്ത്യയുടെ ആ സുപ്രധാന തീരുമാനം. 1960 സെപ്റ്റംബർ 19 കറാച്ചിയിൽ കരാർ ഒപ്പിട്ട ശേഷം ഇതാദ്യമായാണ് കരാർ ഏതെങ്കിലും ഒരു രാജ്യം മരവിപ്പിക്കുന്നത്. ഇത് പാക് സമ്പദ്ഘടനയുടെ നട്ടലൊടിക്കുന്ന ഒന്നാണെന്ന് പാകിസ്ഥാനാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ നദീജല കരാർ റദ്ദാക്കിയാൽ പാകിസ്ഥാനെ തകർക്കാമെന്ന വ്യാമോഹമൊന്നും ഇന്ത്യക്ക് അന്നുമില്ലായിരുന്നു, കഴിഞ്ഞ ദിവസം വരെയും ഇല്ലായിരുന്നു. പക്ഷേ ഇതിപ്പോൾ കാണിച്ചതൊക്കെ ഒരു കടന്ന കൈയായിപ്പോയി. അതുകൊണ്ട് തന്നെയാണ് അതിനുള്ളൊരു ചുട്ട മറുപടി ഇന്ത്യ പാകിസ്ഥാന് നൽകുന്നത്. ഓർക്കണം, ഈ കരാർ ഒരു ആഗോള മാതൃകയായിരുന്നു കഴിഞ്ഞ ദിവസം വരെ. നദീജല സംവിധാനത്തിൻ്റെ ഏകദേശം 80% ജലവും പാകിസ്ഥാൻ ജനതയ്ക്ക് ഉപയോഗിക്കാൻ കഴിയുമെന്നതായിരുന്നു ഇന്ത്യ ഒരു ഔദാര്യം പോലെ അന്ന് വച്ച് നീട്ടിയ കരാറിൻ്റെ മേന്മ. 1944 US മെക്സിക്കോ ജല ഉടമ്പടി പ്രകാരം മെക്സിക്കോയ്ക്ക് ലഭിക്കുന്നതിനേക്കാൾ ഏതാണ്ട് 90 മടങ്ങ് ജലമാണ് ഇന്ത്യ ഇങ്ങനെ പാകിസ്ഥാൻ നൽകുന്നത് എന്നുകൂടി ഓർക്കണം. എന്നിട്ടും അഹങ്കാരം ഒന്നുകൊണ്ട് മാത്രമാണ് പാകിസ്ഥാനെ ഈ കരാറിൽ നിന്നും പുറത്താക്കുന്നത്. സംഘർഷങ്ങൾ ബാധിക്കാത്ത കരാർ ഇത് മാത്രമായിരുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഇതുവരെ. 1965-ലെയും 71-ലെയും ഇന്ത്യ പാക് യുദ്ധകാലത്ത് പോലും കരാർ പ്രകാരം ഇന്ത്യ പാകിസ്ഥാന് ജലം നൽകി. 2001-ലെ ഇന്ത്യൻ പാർലമെൻറ്റ് ആക്രമണം, 2019-ലെ പുൽവാമ ആക്രമണം, അപ്പോഴും കരാറിന് ഒരു കോട്ടം സംഭവിച്ചില്ല. പക്ഷേ ഇപ്പോൾ കാട്ടിയതൊക്കെ കടന്ന കൈയായിപ്പോയി. കരാറിൽ നിന്ന് ഇപ്പോൾ ഇന്ത്യ പിന്മാറിയതോടെ പാകിസ്ഥാൻ നേടാൻ പോകുന്നത് വൻ പ്രതിസന്ധിയാണ് പല ഘട്ടങ്ങളായിട്ടെന്നാണ് വിലയിരുത്തൽ. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിന് ശേഷം പ്രഖ്യാപിച്ച തീരുമാനങ്ങളിൽ സുപ്രധാനമാണ് സിന്ധു നദീജല കരാറിൽ നിന്നും ഇന്ത്യ പിൻവാങ്ങുന്നു എന്നത്. പാകിസ്ഥാൻ്റെ കിഴക്കൻ മേഖലയിലെ ജലലഭ്യത പൂർണ്ണമായും ബാധിക്കുന്ന നിലയിലേക്കാകും ഈ കരാറിൻ്റെ ഈ തീരുമാനം. സിന്ധു നദിയിൽ നിന്നും പോഷക നദികളിൽ നിന്നുമുള്ള വെള്ളത്തെയാണ് പാകിസ്ഥാനിലെ കർഷകർ കൃഷിക്കും കുടിവെള്ളത്തിനുമായി 1960 മുതൽ അതിനു മുമ്പ് മുതൽ വളരെ ആശ്രയിച്ചു വരുന്നത്. പാകിസ്ഥാനിലെ പ്രധാന കാർഷിക കേന്ദ്രമായ പഞ്ചാബിലേക്ക് കൃഷിക്കാവശ്യമായ വെള്ളമെത്തുന്നതിൽ പ്രധാന പങ്ക് സിന്ധു നദീജല കരാറിലൂടെയാണ്. ഉടമ്പടി ഇപ്പോൾ താൽക്കാലികമായെങ്കിലും നിർത്തിവെച്ചാൽ പാകിസ്ഥാൻ കടുത്ത ജലക്ഷാമത്തിൽ ചെന്നുപെടും. ജലലഭ്യത കുറയുന്ന നിലയുണ്ടായാൽ പഞ്ചാബിലെ കാർഷിക മേഖല പ്രതിസന്ധിയിലാകും. സ്വാഭാവികം. സാമ്പത്തിക വെല്ലുവിളികൾ ഇതിനോടകം തന്നെ അതിരൂക്ഷമായ കിട്ടാക്കടം മൂലവും കടം വാങ്ങിക്കാൻ ഇനി ഒരു രാജ്യമില്ലാത്ത വിധം അതീവ കടക്കണിയിലായ പാകിസ്ഥാനിലെ ഭക്ഷ്യപ്രതിസന്ധി കൂടി ഉണ്ടായാൽ ഭാവി അത്ര സുഖകരമായിരിക്കില്ലെന്നാണ് ഇപ്പോഴത്തെ സൂചനകൾ. ഇത് ഇന്ത്യ നൽകിയതല്ല, പാകിസ്ഥാൻ ചോദിച്ചു വാങ്ങിയതാണ്. അതിർത്തി കടന്നുള്ള ജലം പങ്കിടലിൽ ഏഷ്യയിലെ 2 രാജ്യങ്ങൾ തമ്മിലുള്ള ഏക കരാറാണ് ഈ സിന്ധു നദീജല ഉടമ്പടി. അയൽ രാജ്യങ്ങൾ തമ്മിലുള്ള അന്നത്തെ സഹകരണത്തിൻ്റെ പ്രാധാന്യം കൂടി എടുത്തു പറയുന്ന കരാറെന്ന് പക്ഷേ പാകിസ്ഥാൻ മറന്നു. ഉടമ്പടി പ്രകാരം ഉത്ഭവത്തിനപ്പുറത്ത് ജലപ്രവാഹം ലഭിക്കുന്ന പാകിസ്ഥാൻ അനുകൂലമാണ് ഈ കരാർ എന്നത് അവർ പിന്നെയും മറന്നു. സിന്ധു നദീജല പദ്ധതിയുമായി ബന്ധപ്പെട്ട് പരസ്പരം ബന്ധപ്പെട്ട് കിടന്ന പ്രകൃതി വിഭവങ്ങൾ ഫലപ്രദമായി കൈകാര്യം ചെയ്യുമെന്ന് അടിവരയിടുന്ന കരാർ അന്ന് തന്നെ ആഗോള തലത്തിൽ പേരെടുത്തതായിരുന്നു. ഇന്നും നേരത്തെ പറഞ്ഞതുപോലെ അമേരിക്കയും മെക്സിക്കോയും തമ്മിലുള്ള നദീജല കരാറിൻ്റെ വിഷയങ്ങൾ തർക്ക വിഷയമാവുമ്പോഴും അവർ പോലും ഉദാഹരണമായി കാട്ടിയിരുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സിന്ധു നദീജല കരാറിൻ്റെ ആഗോള പ്രാധാന്യമാണ്. പക്ഷേ അതൊക്കെ വിസ്മരിച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ ഇന്ത്യയോട് ഹീനകൃത്യം ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഫലം പാകിസ്ഥാൻ അനുഭവിച്ചേ മതിയാകൂ എന്നതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ പാകിസ്ഥാനിലേക്കുള്ള സിന്ധു നദീജല കരാർ താൽക്കാലികമായെങ്കിലും മരവിപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ?
യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.